ആബേല എന്ന ഈ കഥ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അനുബന്ധമായി ചില വാക്കുകൾ കൂടി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഴുത്ത് ഒരു മുഴുവൻ സമയത്തൊഴിലാക്കി എടുക്കാൻ സാധാരണ വീട്ടമ്മമാർക്ക് കഴിയാറില്ലല്ലോ. സാധാരണക്കാരിയായ ഞാൻ എഴുതിയ ഈ കഥയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്പം സാവകാശം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ എഴുതും. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ. ആദ്യമായി ഒരു കഥ ആബേല നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ യോഗമുണ്ടായിരിക്കുന്നു. വേദനകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിതം വിജയമാക്കി തീർത്ത ഒരു കഥാപാത്രമാണ് ആബേല. ഈ കഥയിലെ ആബേലയുടെ വികാരങ്ങളുടെ ഒരംശം നിങ്ങളിൽ പകർത്താൻ കഴിഞ്ഞാൽ ഞാൻ ധന്യയായി. അധ്യായം 1. നക്ഷത്രങ്ങൾ താരാട്ട് പാടിയപ്പോൾ. നേരം സന്ധ്യയോടടുത്തപ്പോൾ വെറുതെ ഉമ്രപ്പടിയിലിരുന്നതാണ്. ഒരിളം കാറ്റ് മുടിയിഴകളെ തലോടിക്കൊണ്ട് കടന്നുപോയി. മനസ്സിലെ ഭാരങ്ങൾ ഒന്ന് ചെറുതായതുപോലെ. ആകാശം ഇരുട്ടിത്തുടങ്ങി. ആ ഇരുട്ടിൻ്റെ വേദന മറക്കാൻ അതാ ആകാശത്തിൽ അങ്ങിങ്ങും നക്ഷത്രങ്ങൾ വെളിച്ചം പകരുന്നു. ചന്ദ്രൻ പൂർണ്ണ ശോഭയോടെ പ്രകാശം പരത്തുന്നു. അതാ ഒരു നക്ഷത്രം ആകാശത്തോടെ പായുന്നു. അതിൻ്റെ പിന്നാലെ ഒന്നോടി അതിനെത്തിപ്പിടിക്കാൻ തോന്നും. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ? അനിയൻകുട്ടൻ്റെ ഈ ശബ്ദം കാതിൽ വന്നടിച്ചപ്പോഴാണ് താൻ ചിന്തകളിൽ നിന്നുണർന്നത്. ആബേല, ചാച്ചൻ്റെ സ്വരമാണത്. തനിക്ക് ഒരുപാട് സ്നേഹം നൽകുന്ന തൻ്റെ പൊന്നു ചാച്ചൻ. ഉമ്മറപ്പടിയിലിരുന്ന് മനോരാജ്യം കാണുന്നത് പെണ്ണിൻ്റെ സ്ഥിരം ഏർപ്പാടാ. പറഞ്ഞത് മറ്റാരുമല്ല, ചാച്ചൻ്റെ ഭാര്യ. അങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അത് തൻ്റെ അമ്മയല്ല. തനിക്ക് അമ്മയില്ല. അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. തൻ്റെ രണ്ടാനമ്മയാണവർ. രണ്ടാനമ്മ എന്നും ഒരു ക്രൂര കഥാപാത്രമായി താൻ കേട്ടിട്ടുള്ളൂ. എന്നാൽ ആദ്യമൊക്കെ ഈ അമ്മ പാവമായിരുന്നു. പക്ഷേ അനിയൻകുട്ടൻ പിറന്നതിൽ പിന്നെ സ്ഥിരം കഥകളിലെ പോലെ ഇവരും സ്വാർത്ഥയായി. പിന്നെ സ്വാഭാവികമായും തന്നെ ഉപദ്രവിക്കലായി. താൻ എന്തോ ഒരു ഭാരം പോലെയാണ് അവർക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം. എങ്കിലും താൻ അവരെ സ്നേഹിച്ചിരുന്നു എന്നത് സത്യം. രാത്രിയായാൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ ഏറെ ഇഷ്ടമാണ്. പായുന്ന നക്ഷത്രങ്ങളെ കാണുമ്പോൾ അവയുടെ പിന്നാലെ ഓടാൻ തോന്നും. ഒരിക്കൽ അപ്പുറത്തെ നാണിയമ്മ പറയുക, മരിച്ചവർ ആകാശത്ത് നക്ഷത്രങ്ങളായി നിന്ന് നമ്മെ നോക്കുമെന്ന്. അത് സത്യമാണെങ്കിൽ ആ നക്ഷത്രം തൻ്റെ അമ്മയാകുമോ? ആബേല, നാളെ സ്കൂളിൽ പോവാനുള്ളതല്ലേ? പോയി കിടന്നുറങ്ങൂ. ചാച്ചൻ്റെ സ്വരമാണത്. ശരി ചാച്ച.